13 എന്ന നമ്പർ അത് നല്ലതാണോ മോശമാണോ എന്നൊക്കെയുള്ള ചർച്ച. ഈ അശുഭകരമായ നമ്പറാണ് 13 എന്ന് പറയാറുണ്ട്. ഏതായാലും അത് ചീത്തപ്പേര് മാറുന്നില്ല UDF സർക്കാർ വരുമ്പോഴെന്നാണ്. മന്ത്രിമാരിൽ ആർക്കും 13-ാം നമ്പർ കാർ വേണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതോടെ ടൂറിസം വകുപ്പ് കാർ ഒഴിവാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് മന്ത്രിയായിരുന്ന പി പ്രസാദാണ് 13-ാം നമ്പർ കാർ ഉപയോഗിച്ചത്. PK കുഞ്ഞാലിക്കുട്ടിക്ക് 2-ാം നമ്പർ കാറാണ്. 9-ാം നമ്പർ കാർ ചോദിച്ചു വാങ്ങിയിട്ടുണ്ട് രമേശ് ചെന്നിത്തല. ഹരിമോഹനാണ് ചേരുന്നത്. ഹരി, 13-ാമത്തെ മുഖ്യമന്ത്രിയാണ് VD സതീശൻ. അതേതായാലും ഒഴിവാക്കാൻ കഴിയില്ല, ആ നമ്പർ മാറ്റാനും കഴിയില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊന്നും അതൊന്നും കാര്യമാത്ര പ്രസക്തമല്ല. പക്ഷേ 13-ാം നമ്പർ കാർ വേണ്ട എന്നാണ് മന്ത്രിമാരൊക്കെ പറയുന്നത്. നേരത്തെയും അതൊരു ചർച്ചാ വിഷയമായിരുന്നു. ഇപ്പോൾ എന്ത് ചെയ്തു ആ കാർ എന്നിട്ട്? വിനിത, ഇനിയിപ്പോൾ എന്തായാലും ആ കാർ പുറത്തേക്ക് എടുക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. കുറച്ചു കാലം കഴിയുമ്പോൾ ഏതെങ്കിലും വകുപ്പിനായിക്കൊണ്ട് അത് നീക്കി വെക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ടൂറിസം വകുപ്പിന്റെ അധീനതയിലാണ്. അവരെ ആ കാറുകളൊക്കെ അത്യാവശ്യം അറ്റകുറ്റപ്പണിയൊക്കെ പൂർത്തിയാക്കി ഇന്നലെ കൊണ്ടുവന്ന് അത് സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്ന സ്ഥലത്തിനടുത്ത് കൊണ്ടൊക്കെ ഇട്ടതാണ്. പക്ഷേ അത് ആർക്കും വേണ്ട എന്നുള്ളതാണ്. മറ്റെല്ലാ നമ്പറുകൾക്കും ആവശ്യക്കാരുണ്ട്, പക്ഷേ 13 ആർക്കും വേണ്ട. അത് UDF മന്ത്രിസഭയുടെ ഒരു സ്ഥിരം പ്രശ്നമാണത്. അത് മുൻപ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും അങ്ങനെ തന്നെയാണ്. 13 ആർക്കും വേണ്ട. 2006-ലാണ് ഇത് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. MA ബേബിയാണ് ആ നമ്പർ ചോദിച്ചു വാങ്ങിച്ചത്. പിന്നീട് ആദ്യ പിണറായി സർക്കാർ വന്നപ്പോൾ അതിൽ തോമസ് ഐസക് വാങ്ങിച്ചു. അതിനുശേഷം 2-ാം പിണറായി സർക്കാരിൽ പി പ്രസാദ് വാങ്ങിച്ചു. പ്രസാദ് വാങ്ങിക്കുന്ന സമയത്ത് അത് മറ്റൊരു മന്ത്രിക്ക് അലോട്ട് ചെയ്ത നമ്പറായിരുന്നു. പക്ഷേ ആ മന്ത്രി അത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനം പ്രസാദിന്റെ കയ്യിലേക്ക് വന്നത്. പക്ഷേ പ്രസാദിന് മറ്റു കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇത്തവണ UDF മന്ത്രിസഭയിൽ അത് ആർക്കും വേണ്ട എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റ് നമ്പറുകളൊക്കെ ചോദിച്ചു വാങ്ങി. ഇപ്പോൾ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് മുൻപ് ഉമ്മൻചാണ്ടി സർക്കാരിൽ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ താൻ ഉപയോഗിച്ച 9-ാം നമ്പർ അത് തന്നെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ 9-ാം നമ്പർ രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുത്തു. 2 ഘടകകക്ഷികളുടെ ആ ഒരു ക്രമപ്രകാരം PK കുഞ്ഞാലിക്കുട്ടിക്കാണ്. 3-ാം നമ്പർ മോൻസ് ജോസഫിനാണ്. 17-ാം നമ്പർ ബിന്ദു കൃഷ്ണയ്ക്ക് കിട്ടിയിട്ടുണ്ട്. 10 നിലവിൽ OJ ജനീഷിനാണ്. 11 K മുരളീധരനാണ്. 51 ഷിബു ബേബി ജോൺ ചോദിച്ചു വാങ്ങിയ ഒരു നമ്പറാണ്. പക്ഷേ ഈ 13 അപ്പോഴും ആർക്കും വേണ്ട എന്ന് പറയുന്ന പോലെയാണ്. MLA ഹോസ്റ്റലിൽ ഒരു 13-ാം നമ്പർ മുറിയുണ്ട്. അത് ആർക്കും വേണ്ടാത്തതുകൊണ്ട് പാറശാല MLA CK ഹരീന്ദ്രനാണ്. പക്ഷേ ഹരീന്ദ്രൻ ഇതുവരെ തോറ്റിട്ടൊന്നുമില്ല, ജയിച്ച് തന്നെ മുന്നോട്ട് പോകുകയാണ്. ഇതിലൊന്നും കാര്യമില്ലല്ലോ, ജനങ്ങളല്ലേ ഇതൊക്കെ തീരുമാനിക്കും. പക്ഷേ ഈ കാറിന്റെ നമ്പർ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കാർ പോകുമ്പോൾ 13-ാം നമ്പർ എന്ന് കാണുമ്പോൾ ഇന്ന മന്ത്രിയാണ്, അപ്പോൾ 2-ാം നമ്പർ പോകുമ്പോൾ അത് PK കുഞ്ഞാലിക്കുട്ടിയാണ് എന്ന് ആളുകൾക്ക് അറിയാൻ ഒരു കൗതുകം കൂടി ഉണ്ടാകും. ഏതായാലും ഈ കഴിഞ്ഞ സർക്കാരുകൾക്കകത്ത് ഹരി പറഞ്ഞതുപോലെ 13-ാം നമ്പർ കാർ ഉപയോഗിച്ചത് ആരൊക്കെയാണെന്ന് നോക്കിയാൽ 2006-ൽ VS അച്യുതാനന്ദൻ സർക്കാരിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന MA ബേബി 13-ാം നമ്പർ കാർ ഉപയോഗിച്ചിട്ടുണ്ട്. 2016-ൽ 1-ാം പിണറായി സർക്കാരിൽ ധനമന്ത്രിയായിരുന്ന ഡോക്ടർക്കും 13-ാം നമ്പർ കാറാണ് ഉപയോഗിച്ചത്. കഴിഞ്ഞ 2-ാം പിണറായി സർക്കാരിൽ 2021-ൽ സർക്കാരിൽ കൃഷിമന്ത്രിയായിരുന്ന പി പ്രസാദും ഈ കാറാണ് ഉപയോഗിച്ചത്. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ആരും 13-ാം നമ്പർ കാർ ഉപയോഗിച്ചിരുന്നുമില്ല.